നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഡിസൈൻ എ വെബ് പേജ് ആസ് ഷോൺ ഇൻ ബിലോ യൂസിങ് അപ്പോപ്രിയേറ്റ് ലിസ്റ്റ് ടാഗ്. താഴെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദെൻ അവിടെ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യണം? ലിസ്റ്റ് ടാഗ് യൂസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ടാഗുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഐറ്റം ലേഡി ശ്രീറാം കോളേജ് ഓഫ് ഫോർ വുമൺ ഡൽഹി, സെക്കൻഡ് വൺ ലോയോല കോളേജ് ചെന്നൈ, തേർഡ് വൺ സെൻറ്റ് സേവിയർ കോളേജ് മുംബൈ. അപ്പോൾ ഒരു സ്പെസിഫിക് ഓർഡർ തന്നിട്ടുണ്ട്. സോ ഈ സ്പെസിഫിക് ഓർഡർ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഓർഡേർഡ് ലിസ്റ്റാണ് എന്ന്. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ടാവില്ല. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ കീപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം HTML ചെയ്യുക, എങ്ങനെ ഇതിൻ്റെ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടത് HTML ടൈപ്പ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ജീനി ഓർ gedit ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ നോട്ട് പാഡ് യൂസ് ചെയ്യുക. ഓക്കെ, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. ഇനി ഈ ടാബിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ ടൈപ്പ് ചെയ്യുക. HTML, then head, then title, then ടൈറ്റിലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കോളേജ് എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, കോളേജ്. ദെൻ നെക്സ്റ്റ് വൺ ടൈറ്റിൽ ക്ലോസ് ചെയ്യുക. ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുക. ദെൻ ബോഡി ഓപ്പൺ ചെയ്യുക. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ സെറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് BG കളർ ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഒരു കളർ സ്പെസിഫൈ ചെയ്യുക. ഞാൻ ഫോർ എക്സാമ്പിൾ ലൈം ഗ്രീൻ എന്ന് കൊടുക്കുന്നുണ്ട്. ലൈം ഗ്രീൻ. ദെൻ ഇനി ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഹെഡിങ് തന്നിട്ടുണ്ട്, ടോപ്പ് ആർട്സ് കോളേജസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കൊരു ഹെഡിങ് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഹെഡിങ് സെറ്റ് ചെയ്യാനുള്ള ടാഗ് H1 to H6 ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ H1 യൂസ് ചെയ്യുന്നുണ്ട്. H1 ആണെങ്കിൽ ബിഗ് സൈസിൽ വരും. ഏറ്റവും ബിഗ് സൈസിൽ വരുന്നതാണ് ഹെഡിങ്. ഏറ്റവും ബിഗ് സൈസിൽ വരാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് H1 ടാഗ് യൂസ് ചെയ്യുക. ദെൻ H1 ടാഗ് ക്ലോസ് ചെയ്യുക. H1 ടാഗ് ക്ലോസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ. ഇനി ഈ ക്വസ്റ്റ്യനിൽ
നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്പെസിഫിക് ഓർഡർ കീപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഓർഡേർഡ് ലിസ്റ്റ്, അതിൻ്റെ ഷോർട്ട് ഫോം OL. ഓർഡേർഡ് ലിസ്റ്റ് അതിൻ്റെ ഷോർട്ട് ഫോം OL. OLൻ്റെ ഉള്ളിൽ എന്തൊക്കെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണോ നമുക്ക് തന്നിട്ടുള്ളത് ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ദെൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക. ദെൻ അടുത്ത ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. LI. ദെൻ സെക്കൻഡ് ഐറ്റം, സെക്കൻഡ് ലിസ്റ്റ് ഐറ്റം ലോയോല കോളേജ് ചെന്നൈ. ദെൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക. ദെൻ തേർഡ് ഐറ്റം LI ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സെൻറ്റ് സേവിയർ കോളേജ് മുംബൈ. LI ക്ലോസ് ചെയ്യുക. ദെൻ ഇനി നമ്മൾ ക്ലോസ് ചെയ്യാനുള്ളത് OL. ഓക്കെ, OL ക്ലോസ് ചെയ്യുക. OL. ദെൻ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുന്നേ ബോഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഡി ക്ലോസ് ചെയ്യുക. ബോഡി ക്ലോസ് ചെയ്തു. ദെൻ ഏറ്റവും ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യുക. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ക്ലോസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഫയൽ ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ എക്സാമിന് നിങ്ങൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഡെസ്ക് ടോപ്പിലോട്ട് സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ HTML കോഡിന് ഒരു പ്രോഗ്രാം നെയിം കൊടുക്കുക. ദെൻ അതിൻ്റെ എക്സ്റ്റൻഷൻ .html. ഓക്കെ, അപ്പം ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, അതിന് കൊടുക്കുന്ന നെയിം, പ്രോഗ്രാം നെയിം കോളേജ് .html. ഓക്കെ, അതിൻ്റെ എക്സ്റ്റൻഷൻ .html. ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യുക. സേവ്. ഇനി ഇത് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ കോളേജ്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വ്യൂ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോപ്പ് ആർട്സ് കോളേജസ് ഇൻ ഇന്ത്യ 3 ടൈപ്പ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓർഡേർഡ് ലിസ്റ്റാണ് 1, 2, 3 ഓർഡറിൽ വരാൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നത് ആ സെയിം ഓർഡറിൽ തന്നെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈറ്റിൽ. നമ്മളിവിടെ ടൈറ്റിൽ കൊടുക്കുന്നില്ലേ, കോളേജ്, അതാണ് ഇവിടെ കാണുന്ന ഈ ടൈറ്റിൽ. ഓക്കെ, ദെൻ H1 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ആർട്സ് കോളേജസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഓർഡേർഡ് ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് 1, 2, 3 എന്നുള്ളത് ബൈ ഡിഫോൾട്ടായിട്ട് വെബ് ബ്രൗസർ എടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന് പകരം ABCD ആ ഓർഡറിൽ വരണം. അപ്പോൾ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം? നേരത്തെ നമ്മൾ UL ടാഗിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരിക. OL ടൈപ്പ് ഈക്വൽ ടു അപ്പർ കേസ് ഓർ ലോവർ കേസ് ഏതും കൊടുക്കാം. അപ്പർ കേസിൽ കൊടുക്കുന്നുണ്ട് ഞാൻ. ദെൻ സേവ് ചെയ്യുക, Ctrl+S. ദെൻ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ വന്നിട്ടുള്ള മാറ്റം നോക്കുക.
ഫസ്റ്റ് ഐറ്റം എ ബി സി, അപ്പർ കേസിൽ എ ബി സി വന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് ലോവർ കേസിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ച് പ്രോഗ്രാമിലോട്ട് വരിക, എന്നിട്ട് സ്മോൾ ലെറ്റർ എ കൊടുക്കുക, സേവ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓർഡർ സ്മോൾ ലെറ്ററിൽ വന്നു. ഓക്കെ, ഇനി നമുക്കിത് റോമൻ ലെറ്ററിൽ വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റോമൻ ലെറ്റർ സ്പെസിഫൈ ചെയ്യുക, സേവ് അടിക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. എന്ത് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും നമ്മൾ എവിടെ പോവുക, ഓയിൽ ടൈപ്പ് is equal to, ഇവിടെയാണ്, ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ആട്രിബ്യൂട്ട്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ദെൻ അതിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്ന അപ്പർ കേസ്, ലോവർ കേസ്, 1 2 3 ഓർ റോമൻ ലെറ്റർ. ഓക്കെ, ഇപ്പം നമ്മളൊന്നും ഒരു ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഔട്ട്പുട്ടിൽ വരുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് 1 2 3. ഓക്കെ, ഇനി എനിക്ക് ഈ ഔട്ട്പുട്ട് 5 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 5ാമത്തെ ഐറ്റം ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ, ദെൻ 6th ഐറ്റം ലോയോല കോളേജ് ചെന്നൈ, ദെൻ 7th ഐറ്റം സെൻറ്റ് സേവിയർ കോളേജ് മുംബൈ. അപ്പോൾ ഈ 5 6 7 ഈ ഓർഡറിൽ വരണം. അതായത് 1 2 3ക്ക് പകരം 5 6 7 ഈ ഓർഡറിൽ വരാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഓയിൽ ടൈപ്പിൻ്റെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് is equal to ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ 5. കൺട്രോൾ എസ് അടിക്കുക, സേവ് അടിക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. 5 6 7. ഇപ്പം ഇനി 10 മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓയിൽ സ്റ്റാർട്ട് is equal to 10. അപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് നോക്കുക, 10 11 12 ഈ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിൽ പബ്ലിക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനുണ്ട്, നമുക്കത് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.